ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ഇൻ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലെ സിലബസ് ആണ്. ആ എക്സാമിൻ്റെ സിലബസ് കേരള PSC നടത്തുന്ന എക്സാം 676/2023 കാറ്റഗറിയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സബ്ജക്ട്സ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ എന്നാണ് എക്സാം? ഓഗസ്റ്റ് 2-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി ഫ്രൈഡേ ആണ് എക്സാം. ഈ എക്സാമിന് മൊത്തമായി അപ്ലൈ ചെയ്തിരുന്നവർ 8502 പേരാണ് അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ 5169 പേരാണ്. അപ്പോൾ ഇത്രയും പേര് ആണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ അഡ്മിറ്റ് കാർഡ് 19-ാം തീയതി മുതൽ 19/7/2024 മുതൽ ഡൗൺലോഡ് ചെയ്യാം. 1 മണിക്കൂർ 30 മിനിറ്റാണ് ഇതിൻ്റെ സമയം വരുന്നത്. ഇനി ഇതിൻ്റെ സിലബസിലെ മെയിൻ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടും 2 പാർട്ടാണുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 1-ൽ വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പാർട്ട് 2-ൽ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. രണ്ടും 50 മാർക്സ് ഈച്ചാണ് വരുന്നത്. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത് 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഒന്ന് ഇലക്ട്രിക് സർക്യൂട്ട്സ്, DC ജനറേറ്റേഴ്സ്, അടുത്തത് പവർ സിസ്റ്റം, നെക്സ്റ്റ് മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ദെൻ പവർ ഇലക്ട്രോണിക്സ്. എല്ലാത്തിനും 10 മാർക്ക് വീതമാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വേരിയേഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 50 മാർക്ക്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും 50 മാർക്ക് വേണം. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 5 ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഒന്നാമത്തേത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അതിന് 10 മാർക്ക്. മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസിന് 10 മാർക്ക്. ഫ്ലൂയിഡ് മെക്കാനിക്സ്, ന്യൂമാറ്റിക് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് 10 മാർക്ക്. അപ്ലൈഡ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്, അതിനും 10 മാർക്കാണ്. തെർമൽ എഞ്ചിനീയറിംഗ് 10 മാർക്കാണ്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ ഇലക്ട്രിക്കൽ പഠിച്ചവർക്കും മെക്കാനിക്കൽ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ തങ്ങളുടെ സബ്ജക്റ്റ് കൂടാതെ അടുത്ത ഇപ്പോൾ ഇലക്ട്രിക്കലുകാരാണെങ്കിൽ മെക്കാനിക്കലും, മെക്കാനിക്കലുകാരാണെങ്കിൽ ഇലക്ട്രിക്കൽ സബ്ജക്ട്സും കൂടി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈക്വൽ മാർക്സ് ഡിവിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക് സർക്യൂട്ട്സ് അതിൽ തന്നെ കിർച്ചോസ് ലോസ്, സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, കപ്പിൾഡ് സർക്യൂട്ടിൻ്റെ അനാലിസിസ്, ഡോട്ട് പൊളാരിറ്റി കൺവെൻഷൻ, സൈനസോയ്ഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ഓഫ് കപ്പിൾഡ് സർക്യൂട്ട്സ്, alternating voltages and currents, RMS value, average value, peak factor, form factor, AC through RLC circuit, resonance in series and parallel, quality factor അഥവാ Q factor, bandwidth, node and mesh analysis. Sinusoidal steady state analysis, Thevenin's theorem, Norton's superposition and maximum power transfer theorem, transient response of DC and AC network, 2-port network, 3-phase circuits. DC ജനറേറ്റർ ആണ് അടുത്ത ടോപ്പിക്. DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ടൈപ്സ് ഓഫ് DC ജനറേറ്റർ, EMF ഇക്വേഷൻ, പവർ സ്റ്റേജസ്, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി, DC മോട്ടറിൻ്റെ ആർമേച്ചർ കൺട്രോൾ, ഫീൽഡ് കൺട്രോൾ, പിന്നെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇക്വലന്റ് സർക്യൂട്ട്, ലോസസ് ഇൻ ദ ട്രാൻസ്ഫോമർ, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി, 3-phase ട്രാൻസ്ഫോമർ, കൺസ്ട്രക്ഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഓൾ ഡേ എഫിഷ്യൻസി. അടുത്തത് ഓൾട്ടർനേറ്റേഴ്സ്, കൺസ്ട്രക്ഷൻ, പെർഫോമൻസ്, റെഗുലേഷൻ, പാരലൽ ഓപ്പറേഷൻ. അടുത്തത് സിങ്ക്രണസ് മോട്ടർ, സ്റ്റാർട്ടിംഗ് മെത്തേഡ്, സിങ്ക്രണസ് കണ്ടൻസർ, 3-phase ഇൻഡക്ഷൻ മോട്ടർ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, സ്ലിപ്പ്, ടോർക്ക് ആൻഡ് കറണ്ട് ഇക്വേഷൻ, ടോർക്ക് സ്പീഡ് കർവ്, സ്റ്റാർട്ടിംഗ് ആൻഡ് സ്പീഡ് കൺട്രോൾ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ ഇത്രയും വന്നപ്പോൾ ആ മെഷീൻസ് കംപ്ലീറ്റ് ആയി. അടുത്തതാണ് പവർ സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. triplemedc.com ഇതിൻ്റെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. പവർ സിസ്റ്റം, ലൈൻ പാരാമീറ്റർ, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്, ഇൻസുലേറ്റേഴ്സ്, സ്ട്രിങ് എഫിഷ്യൻസി, കൊറോണ. അടുത്തത് സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ റേറ്റിംഗ്, SF6 സർക്യൂട്ട് ബ്രേക്കർ. അടുത്ത റിലേ ടൈപ്സ്, പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, സിമെട്രിക്കൽ കോമ്പോണൻറ്റ്, സിമെട്രിക്കൽ ആൻഡ് അൺസിമെട്രിക്കൽ ഫോൾട്ട്. അടുത്തത് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി, സ്റ്റഡി സ്റ്റേറ്റ്, ഡൈനാമിക് ആൻഡ് ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി, പവർ ആംഗിൾ കർവ്. മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് അടുത്ത ടോപ്പിക്. മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ്, എറേഴ്സ്, ടൈപ്സ് ഓഫ് എറേഴ്സ്, അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട്മീറ്റർ, മൂവിംഗ് കോയിൽ, മൂവിംഗ് അയൺ,
മെഷർമെൻറ്റ് ഓഫ് പവർ എന്ന് പറയുമ്പോൾ ഡൈനാമോമീറ്റർ ടൈപ്പ്, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്, 3-phase പവർ മെഷർമെൻറ്റ്. അടുത്ത മെഷർമെൻറ്റ് ഓഫ് എനർജി മീറ്റേഴ്സ്, സിംഗിൾ ഫേസ് അതുപോലെ 3-phase, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്, ഓസിലോസ്കോപ്പ്, പ്രിൻസിപ്പൽ ഓപ്പറേഷൻ ഓഫ് CROയിൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക്സ്, LVDT, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ, ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അടുത്ത പവർ ഇലക്ട്രോണിക്സ്, വീണ്ടും 10 മാർക്ക്. SCR, സ്ട്രക്ചർ, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഫുള്ളി കൺട്രോൾഡ്, ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് RL ആൻഡ് RLE ലോഡ്, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ, സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ആൻഡ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ വിത്ത് R ആൻഡ് RL ലോഡ്, പൾസ് വിത്ത് മോഡുലേഷൻ, സിംഗിൾ ക്വാഡ്രന്റ്, 2 quadrant ആൻഡ് 4 quadrant ചോപ്പർ. ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ഫണ്ടമെൻ്റൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ ഒപ്പാമ്പ് ഗെയിൻ, CMRR ആൻഡ് സ്ലീവ് റേറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോട്ടൽ 50 മാർക്സ് ആണ്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 10 മാർക്ക്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, കോമൺലി യൂസ്ഡ് ടേംസ് ഇൻ CPM, PERT, ക്രിട്ടിക്കൽ പാത്ത്, സ്ലാക്ക് ഓർ ഫ്ലോട്ട്, comparison between CPM and PERT, quantitative techniques in management, linear programming, formulation of LPP, transportation problem, least cost method, northwest corner rule, Vogel's approximation method. Inventory management, definition and classification, EOQ and ABC analysis, sales forecasting. Meaning of the terms production and productivity. Types of production, job production, batch production, mass production, continuous production, planned location and layout, factors to be considered in locating industrial plants, types of layout. Method study, work study, method study, process chart symbol, operation process chart, flow process chart, man-machine chart and SIMO chart, principles of motion economy, objectives of work measurement, procedure of stopwatch time study. With the concept of quality and quality control, control chart introduction, types of the control chart, X bar, R, P, 100P and C. Fundamental statistical concepts, frequency distribution and frequency plot, normal distribution curve, explanation of the terms mean, mode, median and standard deviation. After the metallurgy and machine tools, metals and alloys, structure of material, crystal structure, BCC, FCC, HCP, ferrous and non-ferrous, cast iron, manufacturing of pig iron, blast furnace, manufacturing of cast iron, cupola furnace, types of steel, manufacturing of steel alloys, non-ferrous metals and alloys, aluminium, copper and its alloys, crucible furnace. Properties testing and inspection of material. Mechanical properties such as strength, hardness, toughness, brittleness, creep, fatigue, stiffness, ductility, malleability, elasticity and plasticity. അത്രയും വരുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അടുത്ത തെർമൽ പ്രോപ്പർട്ടീസ് such as specific heat, thermal conductivity, thermal resistance, thermal diffusivity, destructive test and non-destructive test. Classification of measuring instruments, precision and non-precision instrument, direct reading and indirect reading measurement, classification of gauges, comparators, principle of arc welding, selection of welding electrode coating, functions of electrode coating, gas welding, submerged arc welding, tungsten inert gas. വെൽഡിംഗ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, ഈ വെൽഡിംഗ് ഒക്കെ ആർക്ക് വെൽഡിങ്ങിൻ്റെ ടൈപ്സ് ഒക്കെ നമ്മൾ ട്രിപ്പിൾ മെഡീസിൽ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്, തെർമൈറ്റ് വെൽഡിംഗ്, ഡിഫെക്ട്സ് ഇൻ വെൽഡിംഗ്, ഡിഫെക്ട്സ് ഇൻ ദ വെൽഡിംഗ്, കോസസ് ആൻഡ് റെമഡീസ് ഓഫ് ദ ഡിഫെക്ട്സ് സച്ച് ആസ് പോറോസിറ്റി, പുവർ പെനിട്രേഷൻ, വാർപ്പിംഗ്, അണ്ടർകട്ട്, ഡിസ്റ്റോർഷൻ, ക്രാക്ക്, പുവർ അപ്പിയറൻസ്, സോൾഡറിംഗ്, ബ്രേസിംഗ്. അടുത്ത മെറ്റൽ കട്ടിംഗ്, ഓർത്തോഗണൽ കട്ടിംഗ് ആൻഡ് ഒബ്ലിക് കട്ടിംഗ്, ടൂൾ ലൈഫ്, മെഷീനബിലിറ്റി. Type of lathe accessory, work holding and tool holding device, speed, feed and depth of cut, operation, taper turning method, lathe specification. Drilling machine, classification, work holding device, types of drill bits, tool holding device, operation. Shaping machine, parts and their function. Milling machine,
General use of the milling machine, parts of milling machines and their function, types of milling machine, milling operations, types of indexing. Fluid mechanics, pneumatic and hydraulic machines. അതിനാണ് 10 മാർക്ക്. Properties of fluid, density, specific weight, specific volume, specific gravity, viscosity, Newton's law of viscosity, types of fluid, compressibility, surface tension, capillarity. Fluid pressure and its measurement. Fluid pressure at a point, Pascal's law, absolute, gauge, atmospheric and vacuum pressures, measurement of fluid pressure, pressure measuring devices. Types of fluid flow. Steady and unsteady flow, uniform and non-uniform flow, laminar and turbulent flow, compressible and incompressible flow, rotational and irrotational flow, continuity of liquid flow, energy of a liquid in motion, Bernoulli's equation, practical application of Bernoulli's equation. Impact of jets. The force exerted by the jet, impulse turbine, classification, Pelton wheel component, reaction turbine, components, difference between impulse and reaction, classification of reaction turbine, specific speed. അടുത്തത് പമ്പ്സ്, ടൈപ്സ് ഓഫ് പമ്പ്സ്, സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, എഫിഷ്യൻസീസ്, ഡിസ്ചാർജ്, കാവിറ്റേഷൻ, പ്രൈമിംഗ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ടൈപ്സ്, കമ്പാരിസൺ ഓഫ് CP ആൻഡ് RP, ഡിസ്ചാർജ്, സ്ലിപ്പ്. അടുത്തത് അപ്ലൈഡ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്. ഡയറക്റ്റ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ, ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ്, സ്ട്രെയിൻ, ടെൻസൈൽ ആൻഡ് കംപ്രസീവ്, longitudinal and lateral strain, Poisson's ratio, stress strain diagram, limit of proportionality, elastic limit, yield point, ultimate stress, working stress, factor of safety, comparison of stress strain diagram, principle of superposition, stresses in varying section, shear stress and strain, modulus of rigidity, volumetric strain, bulk modulus, nature and magnitude of stresses due to change in temperature. Types of friction, static friction, dynamic friction, sliding friction, rolling friction, pivot friction, limiting friction, angle of friction, coefficient of friction, cone of friction. ഇതെല്ലാം ഫ്രിക്ഷനെ പറ്റിയാണ്. അടുത്ത ജോയിൻസ്, റിവേർട്ടഡ് ജോയിൻസ്, ടൈപ്സ് ലാപ്പ്, സിംഗിൾ റിവേർട്ടഡ്, ഡബിൾ റിവേർട്ടഡ്, ഫെയിലിയർ ഓഫ് റിവേർട്ടഡ് ജോയിൻ, വെൽഡഡ് ജോയിൻ, വെൽഡിംഗ് ടേംസ്, സ്ട്രെങ്ത് ഓഫ് വെൽഡഡ് ജോയിൻസ്. Torsion equation, strength equation for solid and hollow shaft, power equation, polar moment of inertia. Types of beam, cantilever beam, simply supported beam, overhanging beam, built-in beam or fixed beam and continuous beam. Types of loading, shear force and bending moment diagram, maximum bending moment on the section, deflection of beam. Column, strut, buckling load, equivalent strength, slenderness ratio, types of column, short column, medium size column, long column. General design procedure, design stress and working stress, factor of safety, kinematic link, pair chain, 4-bar chain, examples and application mechanism, inversion. Torsional stresses and strain, strength of solid and hollow shaft, design of shaft considering strength and rigidity, comparison, power transmitted by shaft, solid and hollow shaft in terms of weight, strength and stiffness, shaft coupling, requirement, types. Governors and flywheels. Functions of the governors, types of governors, flywheels, coefficient of fluctuation of energy. Gears and gear train. Functions of gears, advantages and disadvantages of a gear drive, spur gear nomenclature, simple gear drive, velocity ratio, gear train, സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. അടുത്ത ലാസ്റ്റത്തെ മൊഡ്യൂളാണ് തെർമൽ എഞ്ചിനീയറിംഗ്, 10 മാർക്ക്. എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്, അസംഷൻ, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, ഡെറിവേഷൻ ഓഫ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഡ്യുവൽ കമ്പഷൻ സൈക്കിൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂവൽസ്, solid, liquid and gaseous, requirements of a good fuel, calorific value, combustion of fuel, heat transfer, conduction, convection and radiation, Fourier's law, thermal conductivity, conduction through plain wall and composite wall, black body concept, Stefan-Boltzmann law, free and forced convection, heat exchangers. Classification,
regenerative type, parallel flow, counter flow type and cross flow LMTD. IC engine subsystem, fuel system, ignition, cooling, lubrication, quantity governing system, quality governing, hit and miss governing. Definition of refrigeration, concept of COP, unit of refrigeration, reversed Carnot cycle, COP, application of refrigeration, principles and working of a vapor compression system. COP of vapor compression system, compressors, condensers, evaporators, expansion devices, capillary tube, thermostatic expansion valve. Definition of refrigerant, primary and secondary refrigerant, desirable properties of refrigerant. Psychometry, principles and uses, sensible heating, sensible cooling, humidifying, dehumidifying. അപ്പോൾ ഇത്രയാണ് വളരെ ലോങ് ആയിട്ടുള്ള ഒരു സിലബസാണ്. പക്ഷേ ഓരോ പോയിൻറ്റും സബ് ടോപ്പിക്കും വ്യക്തമായി തന്നിട്ടുണ്ട്. അപ്പോൾ ആ പോയിൻറ്റുകൾ തന്നെ നോക്കി, സിലബസിൽ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ നോക്കി അതിനനുബന്ധമായ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക. ഇനി ഒരു കുറച്ച് നാൾ കൂടി 2 months ആണ് കറക്റ്റ് വരുന്നത് അല്ലേ. കറക്റ്റ് 1 month സമയമേ ഉള്ളൂ. നമുക്ക് 2 ഓഗസ്റ്റിനാണ് എക്സാം. അപ്പോൾ ഈ ഒരു 1 month പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് EEMDCയുടെ ഫ്രീ ബുക്ക് ഈ ഒരു PDFയിൽ നിന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ EEMDCയുടെ ടെലിഗ്രാം ചാനലിൽ ലോഗിൻ ചെയ്യാം. EEMDCക്ക് ഒരു വാട്സപ്പ് ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.